ഹലോ നമസ്കാരം. ഞാനിന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള മോമോസിൻ്റെ റെസിപ്പി ആട്ടോ കാണിക്കുന്നത്. വെജ് മോമോസ് ആട്ടോ ഇത് ഞാൻ വീറ്റ് ഫ്ലോറിലാട്ടോ ചെയ്തിരിക്കുന്നത്, ഗോതമ്പ് പൊടിയിൽ. അതുകൊണ്ടാട്ടോ ഇതിൻ്റെ കളർ ഇങ്ങനെ ഇരിക്കണേ. നിങ്ങൾക്ക് വൈറ്റ് കളർ വേണമെങ്കിൽ മൈദ ചെയ്യാം. അപ്പോൾ ഹെൽത്തി ആണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ഹെൽത്തി ആയിട്ട് വീറ്റ് ഫ്ലോറിൽ ചെയ്തെടുത്തിരിക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു 1.25 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ ആവശ്യത്തിന് ചേർക്കാം കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഉപ്പും നെയ്യും ആ പൊടിയിൽ മുഴുവനായിട്ട് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ടിത് ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ചപ്പാത്തിക്കൊക്കെ കുഴക്കില്ലേ നമ്മൾ, അതുപോലെ കുഴച്ചെടുക്കുക. കുറച്ച് സോഫ്റ്റ് ആയിരിക്കണം കേട്ടോ. അപ്പോൾ അതുപോലെ നന്നായിട്ട് കുഴച്ചെടുത്ത് കൊണ്ടുവരാവേ. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് 10 അരമണിക്കൂറോ റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. ഇനി ഇതാ ഒരു പാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ആ വീഡിയോയിൽ എനിക്ക് കിട്ടിയില്ല, എന്തോ പറ്റി. ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിനകത്തോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള, ഒരു വലിയ സവാള എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, അതും ഇട്ട് കൊടുക്കുക. ചെറിയൊരു കഷ്ണം ഇഞ്ചിയും അതുപോലെ 2 വെളുത്തുള്ളി, ഒരു പച്ചമുളക്, അത്രയും ഇട്ടിട്ട് ഒന്ന് വഴറ്റി കുറച്ചാകുമ്പോഴത്തേനും ഉപ്പ് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ട് വഴറ്റുക. പിന്നെ എടുത്തിരിക്കുന്നത് കോളിഫ്ലവർ ആണ്. കോളിഫ്ലവർ വേവിച്ചിട്ട്, ഒരു ചെറിയ കോളിഫ്ലവർ മുഴുവൻ വേവിച്ചിട്ട് കുനുകുനാന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് ഇത്. പിന്നെ ക്യാരറ്റ് വേവിച്ചതല്ല, പച്ചയ്ക്കുള്ള ക്യാരറ്റാണ്. ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് ഇതിലിട്ടിട്ട് നമുക്ക് വേവിക്കാം. ഇത് ഒരുപാടങ്ങ് വഴറ്റണം എന്നൊന്നും പറയണില്ല കേട്ടോ, കാരണം അത് നമ്മൾ ആവി കയറ്റി എടുക്കാനുള്ളതാണ്. അപ്പോൾ ഒന്ന് പകുതി വേവാകുമ്പോഴത്തേനും ഇതിലോട്ട് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ 3/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. ഒരു 1-2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് സോസ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/2 ടീസ്പൂൺ ചില്ലി സോസ്, 1/2 ടീസ്പൂൺ സോയാ സോസ്, അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ഒഴിക്കുന്നുണ്ട്. ഇതിൽ ചില്ലി സോസിൻ്റെ സോയാ സോസിൻ്റെ ആവശ്യം ഇല്ലെന്നല്ല, ഉണ്ടെങ്കിൽ ഒഴിച്ചോളൂ, ഇല്ലെങ്കിൽ നിർബന്ധമൊന്നുമില്ല. ടൊമാറ്റോ സോസ് എന്തായാലും ഒഴിക്കുക കേട്ടോ, എന്നാലേ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇതെല്ലാം ചേർത്തതിന് ശേഷം വീണ്ടും ഒരു 2-3 മിനിറ്റ് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിൽ വാട്ടർ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് ഒന്ന് ഡ്രൈ ആയി കിട്ടണം. ഇതാ ഇത്ര മതി കേട്ടോ. ഇനി നമുക്കിതിവിടെ ഓഫ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് മോമോസ് ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. ഇതാ നമ്മുടെ മാവുണ്ടല്ലോ, ഇതാ കണ്ടോ, ഇത് നല്ല സോഫ്റ്റ് ആയിട്ടാട്ടോ ഇരിക്കുന്നത്. ഇത് ഇനി നമ്മൾ ചപ്പാത്തിക്കൊക്കെ എടുക്കണ പോലെ ഉരുളയാക്കി എടുക്കണം. പക്ഷേ ചപ്പാത്തിക്ക് എടുക്കണ പോലെ വലുപ്പത്തിലല്ല, കുഞ്ഞു കുഞ്ഞു ഉരുളയാക്കി എടുക്കണം കേട്ടോ. ആവശ്യത്തിന് വലുപ്പത്തിന്, ഒരുപാട് വലിയ മോമോസ് ആക്കണ്ട, അത്യാവശ്യം. എന്നിട്ട് നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് പരത്തിയെടുക്കാം. അതുപോലെ നമ്മളിത് പരത്താൻ നേരത്ത് പൊടി മുക്കിയിട്ട് വേണം കേട്ടോ പരത്തിയെടുക്കാനായിട്ട്. ഇതാ ഇത്രത്തോളം റൗണ്ട് മതി കേട്ടോ. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുള്ള ഫില്ലിങ്സ് ഉണ്ടല്ലോ, അത് വെച്ച് കൊടുക്കാം. കണ്ടോ ഇതുപോലെ. എന്നിട്ട് ഇതുപോലെ നമ്മളിങ്ങനെ എന്താ പറയുക, ഫ്ലീറ്റ് എടുക്കും പോലെ വേണം കേട്ടോ ഇതിങ്ങനെ ചുരുട്ടി കൊടുക്കാൻ. ഈ ഫില്ലിംഗ് ഉണ്ടല്ലോ ചിക്കൻ വെച്ചിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ, നോൺ വെജ് മോമോസ്. അതുപോലെ തന്നെ ഇത് നമ്മൾ വെജിറ്റേറിയനിൽ എടുക്കുമ്പോഴത്തേക്കും പനീർ വെച്ചിട്ട് ചെയ്യാറുണ്ട്. ഇപ്പം പനീർ എൻ്റെ അടുത്ത് ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ കോളിഫ്ലവർ വെച്ചിട്ടാണ് ചെയ്തത്. പക്ഷേ അടിപൊളിയാട്ടോ, നല്ല ടേസ്റ്റ് ആട്ടോ ഇതിനെ. ഇത് കണ്ടോ, ഇതുപോലെ ഷേപ്പിലാക്കി എടുക്കാം കേട്ടോ. അതുപോലെ ഒരെണ്ണം കൂടി ചെയ്ത് കാണിക്കുവാണേ. ഇത് ഇങ്ങനെ വെറുതെ വെച്ചിട്ട് നമ്മളിങ്ങനെ സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ പിടിച്ച് ഫ്ലീറ്റ് പോലെ ഇട്ടിട്ട് പോയാൽ മതി കേട്ടോ. അപ്പം നമുക്ക് എന്താ പറയുക, നീളത്തിൽ ഒരെണ്ണം കിട്ടും. മറ്റത് റൗണ്ടിലാണല്ലോ ചെയ്തത്, ഇത് നീളത്തിൽ കിട്ടും കേട്ടോ. അപ്പം അങ്ങനെ 2 ഷേപ്പിൽ നമ്മൾ മോമോസ് കാണാറുണ്ടല്ലോ. പിന്നെ പൊതുവേ മോമോസിൽ വെജിറ്റബിൾസ് കുക്ക് ചെയ്യാതെയാണ് വെച്ചിട്ട് ആവി കയറ്റി വേവിക്കുന്നത്. പക്ഷേ എനിക്കിത് എന്താ പറയുക, ആ ഒരു വെജിറ്റബിൾസ് കുക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് വീണ്ടും ആവി കയറ്റുന്നതാണ് എനിക്ക് പേഴ്സണലി നല്ലൊരു ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഇനി നമ്മൾ ഒരു ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് അതിൽ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ആവി കയറ്റി എടുക്കാം കേട്ടോ. ഒരു 20 മിനിറ്റ് ആവി കയറ്റിയാൽ മതിയാവേ. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ വെജിറ്റബിൾ മോമോസ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഗോതമ്പ് പൊടിയിലാണ് ചെയ്തിരിക്കുന്നത്, നല്ല ഹെൽത്തിയാണ്. കറക്റ്റ് ഇതാണ് കേട്ടോ ഇതിൻ്റെ കളറ്. പക്ഷേ ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി എടുത്ത് പ്ലേറ്റിലൊക്കെ വെച്ച് വന്നപ്പോഴേക്കും അത് കുറച്ചുകൂടി ഡാർക്ക് കളർ പോലെ കിട്ടി. ലൈറ്റിൻ്റെ പ്രശ്നമാവാനേ വഴിയുള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും അടിപൊളി ടേസ്റ്റ് ആട്ടോ. ഡിന്നറിനാണെങ്കിലും സ്നാക്സ് ആയിട്ടാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. താങ്ക്